ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 23/11/2013 കൊല്ലം ജില്ലയിൽ നടന്ന LD ക്ലർക്ക് പരീക്ഷയുടെ GK ഭാഗത്തു നിന്നുമുള്ള ഏതാനും ചോദ്യങ്ങളും അവയുടെ അനുബന്ധ ചോദ്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്ലാസ്സിൻ്റെ പാർട്ട് 2 മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ചോദ്യപേപ്പറിൽ നിന്നും കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് നിർത്തിയ ചോദ്യത്തിൻ്റെ തുടർച്ചയായ ചോദ്യങ്ങളാണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ്, നിങ്ങൾക്കറിയാം. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയിയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്. എന്നാൽ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? പെട്രാർക്കാണ് നവോത്ഥാനത്തിൻ്റെ പിതാവ്. പെട്രാർക്ക്. ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ലയിലും ചോദിച്ചിരുന്നു ഇത്. മഹാനദി. ഒഡീഷയിലെ മഹാനദിയിലാണ് ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഫക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ്? പഞ്ചാബിലെ സത്ലജ് നദിയിലാണ് ഫക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു ചോദ്യം, താൻസൻ സമ്മാനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരി ഉത്തരം സംഗീതമാണ്. അപ്പോൾ സംഗീത മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിക്കുന്നവർക്ക് കൊടുക്കുന്ന അവാർഡാണ് താൻസൻ സമ്മാനം. അക്ബറിൻ്റെ സദസ്സിലെ സംഗീതജ്ഞനായിരുന്നു താൻസൻ. മുഗൾ രാജാവായിരുന്ന അക്ബറിൻ്റെ സദസ്സിലെ സംഗീതജ്ഞനായിരുന്നു താൻസൻ. താൻസൻ്റെ യഥാർത്ഥ നാമം രാമതാണു പാണ്ഡെ എന്നതാണ്. കേരള സംഗീതകലയുടെ ചക്രവർത്തി സ്വാതി തിരുനാളാണ്. മറ്റൊരു ചോദ്യമായിരുന്നു, ബുലന്ദ് ദർവാസ നിർമ്മിച്ചത് ആരാണെന്ന്. അക്ബറാണ് ബുലന്ദ് ദർവാസ പണിയെഴുപ്പിച്ചത്. കൂടാതെ ആഗ്ര കോട്ടയും പഞ്ചമഹലും ഫത്തേപൂർ സിക്രിയും ലാഹോർ കോട്ടയുമൊക്കെ പണിയെഴുപ്പിച്ചതും അക്ബർ തന്നെയാണ്. മറ്റൊരു ചോദ്യം, ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലാണ് ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഈ ബാരൻ ദ്വീപ് ഇതുവരെ 6 പ്രാവശ്യം പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇത് ആദ്യമായി പൊട്ടിത്തെറിച്ചത് 1787 അവസാനമായി പൊട്ടിത്തെറിച്ചത് 2015 ആൻഡമാനിലെ നിർജീവ അഗ്നിപർവ്വതമാണ് നാർക്കോണ്ടം. ആൻഡമാനിലുള്ള നിർജീവമായൊരു അഗ്നിപർവ്വതമാണ് നാർക്കോണ്ടം. ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. PV നരസിംഹറാവുവിൻ്റെ കാലത്താണ് ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത്. മറ്റൊരു ചോദ്യമായിരുന്നു, ഏത് നോട്ടിലാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നത്. അപ്പോൾ 50 രൂപ നോട്ടെന്നായിരുന്നു ശരി ഉത്തരം. എന്നാൽ നമുക്കിനി ഇപ്പോൾ പറയേണ്ടത് പഴയ 50 രൂപ നോട്ടിലായിരുന്നു ഈ പാർലമെൻറ്റിൻ്റെ ചിത്രമുള്ളത്. പുതിയ 50 രൂപ നോട്ടിൽ എന്തിൻ്റെ ചിത്രമാണുള്ളത്? കർണാടകയിലെ ഹംപിയുടെ ചിത്രമാണ് പുതിയ 50 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. മുദ്രാരാക്ഷസം ആരുടെ കൃതിയാണ് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. വിശാഖദത്തനാണ് മുദ്രാരാക്ഷസം രചിച്ചത്. മുദ്രാരാക്ഷസം വിശാഖദത്തൻ്റെ കൃതിയാണ്. പഞ്ചതന്ത്രം വിഷ്ണു ശർമ്മയുടെ കൃതിയാണ്. ബുദ്ധചരിതം രചിച്ചത് അശ്വഘോഷനാണ്. രാജതരംഗിണി രചിച്ചത് കൽഹണനാണ്. അർത്ഥശാസ്ത്രം രചിച്ചത് ആരാണ്? കൗടില്യൻ. കൗടില്യൻ തന്നെയാണ് ചാണക്യനും. ഈ അർത്ഥശാസ്ത്രം എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്തു പറയും? അത് രാഷ്ട്രതന്ത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് അർത്ഥശാസ്ത്രം. 1857 മഹത്തായ വിപ്ലവത്തിൽ കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? നാനാ സാഹിബാണ് കാൺപൂരിൽ മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത്. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായിയും ഡൽഹിയിൽ ജനറൽ ബക്ത് ഖാനും ലക്നൗവിൽ ബീഗം ഹസ്രത്ത് മഹലുമാണ് ഈ വിപ്ലവത്തിൽ നേതൃത്വം കൊടുത്തവർ. മറ്റൊരു ചോദ്യം,
താഷ്കൻഡ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്നാണ്. ഇത് ശരിക്കും ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ്. ഇതേ വർഷം നടന്ന തിരുവനന്തപുരം ജില്ലയിലെ ക്വസ്റ്റ്യനിലും ഈ ചോദ്യം ഉണ്ടായിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രി ആണ് താഷ്കൻഡ് കരാർ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. 1966 താഷ്കൻഡ് കരാർ ഒപ്പുവെച്ചത്. അപ്പോൾ 1965 ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന് പാക് പ്രസിഡന്റ് അയൂബ് ഖാനും ശാസ്ത്രിയും ചേർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് താഷ്കൻഡ് കരാർ എന്ന് അറിയപ്പെടുന്നത്. സിംല കരാർ ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലാണ്? ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിൽ 1972 സിംല കരാർ ഒപ്പുവെച്ചത്. മറ്റൊരു ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപീകരിച്ച സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആരെന്നാണ്? VP മേനോനാണ് ശരി ഉത്തരം. അപ്പോൾ തെറ്റിപ്പാൻ പാടില്ല. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്നതിന് നേതൃത്വം വഹിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ്. എന്നാൽ ഈ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപീകരിച്ച ആ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി മലയാളി കൂടിയായ VP മേനോൻ ആയിരുന്നു. അപ്പോൾ ഈ സംയോജനത്തിന് നേതൃത്വം വഹിച്ച വ്യക്തി ആരാണ്? അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഈ അഖിലേന്ത്യാ സർവീസിൻ്റെ പിതാവെന്നറിയപ്പെടുന്നതും ഈ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നതും സർദാർ വല്ലഭായ് പട്ടേലാണ്. അഖിലേന്ത്യാ സർവീസിൻ്റെ പിതാവ് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി അത് പ്രധാനപ്പെട്ടതാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നും അറിയപ്പെടുന്നു. മറ്റൊരു പ്രധാന ചോദ്യമായിരുന്നു 1964-66 യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? അത് ഡോക്ടർ VS കോത്താരി ആയിരുന്നു. കോത്താരി കമ്മീഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് കോത്താരി കമ്മീഷൻ. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കോത്താരി കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് കോത്താരി കമ്മീഷൻ. രാധാകൃഷ്ണൻ കമ്മീഷനുണ്ട്. അത് ബന്ധപ്പെട്ടിരിക്കുന്നത് സർവകലാശാലയുടെ വിദ്യാഭ്യാസവുമായിട്ടാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ ബന്ധപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു ചോദ്യമായിരുന്നു, അന്യായമായി തടവിൽ പാർപ്പിക്കുന്ന ഒരാളെ വിടുവിക്കാൻ ഉപയോഗിക്കുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. ഹേബിയസ് കോർപ്പസ് എന്ന റിട്ട് ഉപയോഗിച്ചാണ് അന്യായമായി തടവിൽ വെക്കുന്ന ആളുകളെ വിട്ടുതരാൻ വേണ്ടി നമ്മൾ കോടതിയിൽ സമർപ്പിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടും ഈ ഹേബിയസ് കോർപ്പസ് തന്നെയാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. കൂടാതെ നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നർത്ഥം വരുന്ന റിട്ടും ഹേബിയസ് കോർപ്പസ് ആണ്. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട് മൻഡാമസ് ആണ്. നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട് മൻഡാമസ് ആണ്. ആകെ എത്ര റിട്ടുകളാണുള്ളത്? 5 റിട്ടുകളാണ് ആകെയുള്ളത്. ഹേബിയസ് കോർപ്പസ്, മൻഡാമസ്, കോ വാറൻഡോ, പ്രൊഹിബിഷൻ, സെർഷ്യോററി എന്നിവയാണ് 5 റിട്ടുകൾ. എന്താണ് റിട്ടുകളെന്ന് പറഞ്ഞാൽ? ഈ മൗലിക അവകാശങ്ങൾ സംരക്ഷിച്ച് കിട്ടുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ട് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുള്ള ഏതൊക്കെ കോടതികളാണ്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളൂ. മറ്റ് കീഴ്ക്കോടതികൾക്കൊന്നും തന്നെ റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമില്ല. സുപ്രീം കോടതി, ഹൈക്കോടതി. മറ്റൊരു മുൻവർഷ ചോദ്യപേപ്പറിലെ GK ചോദ്യങ്ങളുമായി ഞാൻ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.